കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്വകാര്യ ബസ് പണിമുടക്കിയാൽ ആ റൂട്ടുകളിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ സർവീസ് നടത്തും. പണിമുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബസ് സർവീസ് അവശ്യ സർവീസാണെന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മിന്നൽ പണിമുടക്ക് നടത്തിയ എല്ലാ വണ്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ വണ്ടികളുടെ റൂട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ ആ റൂട്ടുകളിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഓടും. ബസ് എത്തിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യാം. 600ഓളം കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുള്ള ഡ്രൈവറെയും കണ്ടക്ടറെയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വണ്ടികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സമരം വേണമെങ്കിൽ ഇന്നും തുടരാം. നിങ്ങൾ സമരം ചെയ്തോളൂ. എത്ര ബസ് സമരം ചെയ്യുന്നു അത്രയും കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക് ഇന്നും നാളെയായിട്ട് എത്തും. നിങ്ങൾക്ക് ഒരു ആശങ്കയും. വണ്ടി വന്നു തുടങ്ങി. എത്ര വണ്ടി വന്നു എന്ന ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണ് അവർ ഏറ്റെടുത്തതെന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സമരം ചെയ്തവരെ മുമ്പിൽ കെ.എസ്.ആർ.ടി.സി ബസ് ഉണ്ടാകും. പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാം. സമരം ചെയ്തു. ഇതൊരു എസെൻഷ്യൽ സർവീസാണ്. സാധാരണക്കാരായ ആളുകൾ ഈ കടകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാരും സുഹൃത്തുക്കളും ഒക്കെ ഒരു പണി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ വണ്ടിയില്ല. എല്ലാവരും മിന്നൽ പണിമുടക്കാണ്. ഇനി മിന്നൽ പണിമുടക്ക് കൊച്ചി നഗരത്തിൽ വേണ്ട. മിന്നൽ പണിമുടക്ക് ഇന്നലെ നടത്തിയ എല്ലാ വണ്ടിയുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. RTO ഇന്നലെ തന്നെ അവരുടെ റൂട്ട് കെ.എസ്.ആർ.ടി.സി കൈമാറി. കെ.എസ്.ആർ.ടി.സി ഇന്നലെ തന്നെ റൂട്ട് തയ്യാറാക്കി. വണ്ടി രാത്രിക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ആ വണ്ടിയാണ് ഓടുന്നത്. ആ വണ്ടി തൽക്കാലം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. എത്ര ദിവസം സമരം ചെയ്യുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ സമരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പണിമുടക്കാൻ, സമരം ചെയ്യാൻ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഒരു ആവശ്യത്തിന് വേണ്ടി, ന്യായമായ ആവശ്യത്തിന് വേണ്ടി സ്വകാര്യ ബസ്സുകൾ, ബസ് ജീവനക്കാർ പണിമുടക്കാറുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രിയെ പ്രകോപിപ്പിച്ചത് മിന്നൽ പണിമുടക്കാണോ? ടോം, ഇന്നലെ അടിയന്തരമായി ഈ കാക്കനാടാണ് ഈ വെഹിക്കിൾ അടിയന്തരമായി പരിശോധന നടത്തി. അതായത് മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ വാഹന പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അങ്ങനെ മിന്നൽ പണിമുടക്ക് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ഈ ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ കെ.എസ്.ആർ.ടി.സിക്ക് ഇപ്പോൾ നിലവിൽ 600 ബസ്സുകൾ നിരത്തിലിറക്കാനുണ്ട്. അത്രയും ബസ്സുകൾ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പണിമുടക്ക് ഇല്ലാത്ത സാഹചര്യത്തിലും ഇത് പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, ബസ് പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ പ്രതികരിച്ചത്. എങ്ങനെയാണ് പ്രത്യേകിച്ചും അത് മാത്രമല്ല അതൊന്നും ഒരു മുന്നറിയിപ്പുമില്ലാതെ വാഹന പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഒരു പരിശോധന നടത്തിയപ്പോൾ ബസ് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം നടപടിക്രമങ്ങൾ ഇനിയും ഉണ്ടാകും. അതിന് പ്രതിഷേധമുള്ളവർക്ക് അത് ആകാം. അത് മാത്രമല്ല, ഈ കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്ക് നടത്തിയ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ്, അതായത് വീട്ടിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞു പോകേണ്ടുന്ന സ്ത്രീകളും ഉൾപ്പെടെ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. അത്തരം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇനിയും അനുവദിക്കില്ല. അത് മാത്രമല്ല, ഈ സ്വകാര്യ ബസ് പണിമുടക്കുന്ന എല്ലാ റൂട്ടുകളിലും കെ.എസ്.ആർ.ടി.സി ഓടിക്കും. കെ.എസ്.ആർ.ടി.സി ഓടിച്ചാൽ അത് സർവീസ് നടത്തി തുടങ്ങിയാൽ പിന്നീട് അത് പിൻവലിക്കുന്ന പ്രശ്നവുമില്ല എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. പണിമുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബസ് സർവീസ് അവശ്യ സർവീസാണ്. അത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ നല്ല സന്ദേശം കൂടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. കാരണം അന്യായമായ ആവശ്യമാണ് ഇവിടെ ഈ ബസ് ജീവനക്കാർ, ബസ് ഉടമകൾ ഉന്നയിക്കുന്നത്. അതായത് മുന്നറിയിപ്പ് നൽകി മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് പരിശോധന നടത്താമെന്ന്. പക്ഷെ ഇവിടെ നമുക്കറിയാം, കൊച്ചിയിലെ പൊതുനിരത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം ഗുണ്ടായിസം കാണിക്കുന്ന ഒരു വിഭാഗമാണ് കൊച്ചി നഗരത്തിലോടുന്ന പല ബസ് ജീവനക്കാരും. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ പലപ്പോഴും നമുക്ക് കാണാം അമിത വേഗത്തിൽ ഓടുക, അപകടങ്ങൾ സൃഷ്ടിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസ് ജീവനക്കാരുടെ കയ്യിൽ നിന്നും കഞ്ചാവും ലഹരി വസ്തുക്കളും കണ്ടെത്തുക. സ്വാഭാവികമായും ഇതിനെ പൂട്ടേണ്ടത്, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനുമുണ്ട്. അവരാ പണി ചെയ്തു. പക്ഷെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ദുരിതം നേരിട്ട നിരവധി യാത്രക്കാരുണ്ട്. മന്ത്രിയുടെ ഈ ഒരു നടപടി, അതായത് ഇത്ര ആർജവത്തോടു കൂടിയാണ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ശക്തമായ താക്കീത് തന്നെയല്ലേ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും നൽകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇതിലൊരു വ്യക്തത വരണമായിരുന്നു. കാരണം മത്സര ഓട്ടത്തിൽ അതിൽ കർശനമായ നടപടി എടുക്കുമെന്നും നേരത്തെ മുതലേ ഗതാഗത മന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇത് വീണ്ടും ഇന്ന് ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ ഈ മിന്നൽ പണിമുടക്കിന്റെ സാഹചര്യത്തിൽ കാക്കനാട് ഭാഗത്താണ് ഇന്നലെ മിന്നൽ പണിമുടക്ക് ഉണ്ടായത്. അതും
ഈ പറഞ്ഞതുപോലെ വാഹന പരിശോധന, അതായത് മുന്നറിയിപ്പില്ലാതെ തോന്നുന്ന സമയത്തൊക്കെ അധികൃതർ വാഹന പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോഴും അതിന് പ്രധാനപ്പെട്ട കാരണം മന്ത്രി പറഞ്ഞതും ഇങ്ങനെയാണ്. അത് ശരിക്കും അതായത് ഇങ്ങനെ ഒരു കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യമുണ്ട് ഡ്രൈവറുടെ, അത് ഇൻഫർമേഷൻ കിട്ടിയ ശേഷമാണ്. എന്നിരുന്നാലും അത്തരം അവസ്ഥകളുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യം. ഇതൊക്കെ മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകിയിട്ടോ മുൻകൂർ അറിയിച്ചിട്ടോ പരിശോധന നടത്താൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരവരുടെ പരിശോധന തുടരുക തന്നെ ചെയ്യും. അതിൽ പരാതിയുള്ളവർ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ലഹരി ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ബസ് ഉടമകളുടെ അല്ലെങ്കിൽ ബസ് ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നും ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ളൂ എന്നും മന്ത്രി സൂചിപ്പിക്കേണ്ടായി. മത്സരോട്ടം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടിയുണ്ട്. അത് ജനങ്ങൾക്കും വീഡിയോ ചിത്രീകരിച്ചോ അതല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ അറിയിക്കാവുന്ന ഒരു ഗതാഗത മന്ത്രാലയത്തിനെ അറിയിക്കാം എന്നുകൂടി മന്ത്രി ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടായാലും. എന്തായാലും ടോം പറഞ്ഞതുപോലെ വളരെ നല്ലൊരു സന്ദേശമാണ്. പ്രത്യേകിച്ചും ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന നിരവധി യാത്രക്കാരുണ്ട്. അവരെയെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നീക്കമായിരുന്നു മിന്നൽ പണിമുടക്കിലൂടെ ഉണ്ടായത്. അത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടായാൽ അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, മിന്നൽ പണിമുടക്ക് നടത്തിക്കോളൂ. പക്ഷെ അതിനുള്ള പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. അഥവാ ബസ് അത്തരത്തിൽ മിന്നൽ പണിമുടക്ക് നടത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചത് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന. അതായത് സ്വകാര്യ ബസ് പണം മുടക്കിയാൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവും. നമസ്കാരം.